ഹായ് നമസ്കാരം, എല്ലാവർക്കും മനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് വളരെ രുചികരമായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നമ്മളിത് പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ പച്ചരി ഒന്ന് കഴുകി കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ പച്ചരിയും ഉലുവയും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3 മണിക്കൂർ ഈ അരിയൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് മാറ്റി നമുക്കിതിലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒറ്റ പ്രാവശ്യം തന്നെ നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്. ഇതിൻ്റെയൊക്കെ ഒപ്പത്ത് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു കൂട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ തവി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ തന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 6 മണിക്കൂർ ഇതൊന്ന് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇതങ്ങനെ പൊങ്ങി വീർത്ത് വരുമൊന്നുമില്ല. നമ്മൾ ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ലല്ലോ. നല്ല രീതിയിൽ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും ഒരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നേരത്തെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മളിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കാം. കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 തവിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പരത്തണമൊന്നുമില്ല. മാവ് ഒഴിക്കുമ്പോൾ തീ നല്ല കൂട്ടി വയ്ക്കുക. എങ്കിലാണ് അതിൻ്റെ അടിഭാഗം നല്ല മൊരിഞ്ഞ് കിട്ടുള്ളൂ. സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തീ കൂട്ടിയ ശേഷം മാവ് ഒഴിക്കുക. പിന്നീട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു അപ്പം വേവിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ചേർക്കണമെന്നൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കണമെന്നേ ഉള്ളൂ. മാവ് ഒഴിച്ച് കഴിഞ്ഞ് ഒരു 30 സെക്കൻഡ് ഇതുപോലെ തുറന്ന് വെച്ച് വേവിച്ച ശേഷം പിന്നീട് നമ്മൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 2 മിനിറ്റ് എന്തായാലും ഇതൊന്ന് ഒരപ്പം തയ്യാറായിട്ട് കിട്ടാനായിട്ട് നമുക്ക് സമയം വേണ്ടി വരും. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു അപ്പം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം. അടുത്തതായിട്ട് മാവ് ഒഴിക്കുന്നതിന് മുൻപ് തീ ഒന്ന് കൂട്ടി വെച്ച് ഓയിൽ തടവിയ ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒഴിച്ച് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. മാവ് ഒഴിക്കുമ്പോൾ മാത്രം തീ ഒന്ന് കൂട്ടിയിടാൻ ശ്രദ്ധിക്കണേ. എങ്കിലാണ് ആ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുള്ളൂ. നന്നായിട്ട് വേവാനായിട്ട് ഒരു 2 മിനിറ്റ് സമയമെങ്കിലും വേണ്ടി വരും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മൾ പച്ചരിയൊക്കെ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാവേ. താങ്ക്